ഹായ് എവരിവൺ. 21 ജനുവരിയിലെ ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏത് പാർട്ടിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ കാർബോക്സിലിക് ആസിഡ് പറയാം, അതുപോലെ അമീൻസ് പറയാം. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് അക്വസ് അമോണിയ അണ്ടർ ഹോട്ട് കണ്ടീഷൻസ്. നോക്കൂ, ഇതിൽ തന്നിരിക്കുന്ന സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ് അമോണിയമായി റിയാക്ട് ചെയ്യും. ടൊളുവിക് ആസിഡ് അതും അമോണിയമായിട്ട് റിയാക്ട് ചെയ്യും. ഫിനൈൽ എഥനോയിക് ആസിഡ് അതും എന്ത് ചെയ്യും? കാർബോക്സിലിക് ആസിഡ് ആണ്, അമോണിയമായി റിയാക്ട് ചെയ്യാം. ഇനി അങ്ങനെ നടന്നിട്ട് കിട്ടിയ കോമ്പൗണ്ട്, അപ്പൊ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡ് എല്ലാം തന്നെ ലെറ്റ് മീ റൈറ്റ് ദെയർ RCOH ആരുമായിട്ട് അമോണിയമായി റിയാക്ട് ചെയ്യുമ്പോൾ മക്കളെല്ലാവരും നോക്കൂ, നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് RCOO, അല്ലെങ്കിൽ നമുക്ക് എന്താ ഡയറക്റ്റ് എഴുതാം RCONH2. ഇതൊരു അമൈഡാണ്. ഈ അമൈഡിലേക്ക് നമ്മൾ അടുത്ത റിയാക്ഷൻ നടത്തി നോക്കുക. ഇറ്റ് ഈസ് ബ്രോമിൻ ആൻഡ് KOH എന്ന് പറയുമ്പോൾ ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് RNH2 ആയിരിക്കണം അല്ലെ? ഈ R നോക്കൂ, ഈ ആറിൽ എത്ര കാർബൺ ഉണ്ട് എന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മക്കളെ, നമ്മൾ നോക്കിയപ്പോ നമുക്ക് കിട്ടിയ ആ കോമ്പൗണ്ടിൽ 6 കാർബണേ ഉള്ളൂ. അപ്പൊ 6 കാർബണേ വരാൻ പാടുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയാൽ ഇതില് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ കോമ്പൗണ്ട് എടുത്തു, ബെൻസോയിക് ആസിഡ്. ഈ കോമ്പൗണ്ട് എടുത്തു. ഈ ബെൻസോയിക് ആസിഡ് നമ്മൾ എന്ത് ചെയ്തു? അമൈഡാക്കി മാറ്റി. അമൈഡിനെ ഇങ്ങനെ നടത്തി അല്ലെ, ഹോഫ്മാൻസ് ബ്രോമൈഡ് നടത്തി. അപ്പൊ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗിൽ നമുക്ക് 6 കാർബണേ ഉള്ളൂ. അപ്പൊ ബെൻസോയിക് ആസിഡ് നമ്മൾ ആൻസർ ആയി വരാം. എന്നാൽ ടൊളുവിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ കുട്ടികളെ, ടൊളുവിക് ആസിഡിൽ നിലവിൽ ടൊളുവിനുണ്ട്, COH ഉണ്ട്, ബെൻസീൻ റിംഗ്. അപ്പൊ 8 കാർബൺ ഉണ്ട്. ആ 8 കാർബണിൽ 1 കാർബൺ പോയാൽ 7 വരും. പക്ഷെ നമ്മളിതിൽ C6 ഉള്ളൂ. അപ്പൊ ഒരിക്കലും ടൊളുവിക് ആസിഡ് വരില്ല. ഫിനൈൽ എത്തനോയിക് ആസിഡ്, ഫിനൈൽ എത്തനോയിക് ആസിഡിൽ ബെൻസീൻ റിംഗും ഉണ്ട്, 2 കാർബൺ എക്സ്ട്രാ. അപ്പോ തീർച്ചയായിട്ടും റിയാക്ഷൻ കഴിയുമ്പോൾ 7 എണ്ണം വരണം. അപ്പൊ അത് നമ്മളെ ആൻസർ അല്ല. അപ്പൊ ടൊളുവിക് ആസിഡ് അല്ല, ഫിനൈൽ എത്തനോയിക് ആസിഡ് അല്ല. കാരണം നമുക്ക് കിട്ടുന്ന അവസാനത്തെ കോമ്പൗണ്ടിൽ 6 കാർബണേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബെൻസോയിക് ആസിഡിൽ തുടങ്ങാം. ബെൻസോയിക് ആസിഡിൽ തുടങ്ങിയാൽ എന്ത് കിട്ടും? ലെറ്റ്സ് റൈറ്റ് ഇറ്റ്. ഫസ്റ്റ് വി ഹാവ് ബെൻസോയിക് ആസിഡ്. ആ ബെൻസോയിക് ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ അമോണിയ ആഡ് ചെയ്തു. അമോണിയ ആഡ് ചെയ്തപ്പോ ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു ബെൻസാമൈഡ്. C double bond O, single bond, what we have NH2, it's ബെൻസാമൈഡ്. Again നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബെൻസാമൈഡിലേക്ക് ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ നടത്തുകയാണ്. ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ നടത്തുമ്പോൾ CO ഗ്രൂപ്പ് പോയി, പകരം നമുക്ക് അവിടെ ആര് വന്നു? NH2 വന്നു. സോ വി ഗോട്ട് അനലിൻ. അപ്പൊ അത്തരത്തിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ ഏത് മാത്രമാണ്? ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്കുള്ളത്. സോ ഓഫ് കോഴ്സ് ഒരു ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ 2 അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പൊ ഒന്നുകൂടെ നോക്കണേ, ഇതില് അവസാനത്തെ സ്റ്റെപ്പാണ് നിർണായകമായിട്ടുള്ളത്. കാരണം അവസാന സ്റ്റെപ്പില് നമുക്ക് 6 കാർബണേ വരാൻ പാടുള്ളൂ. അപ്പോൾ അവസാനത്തെ ഓഫ്മാൻസ് ബ്രോമൈഡ് ഡീഗ്രഡേഷൻ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഓഫ്മാൻസ് ബ്രോമൈഡ് നടക്കുമ്പോൾ 1 കാർബൺ കുറയും. അപ്പൊ ഇനിഷ്യൽ കോമ്പൗണ്ടിൽ മാക്സിമം എത്ര കാർബൺ ഉണ്ടാകാനേ പാടുള്ളൂ? 7 കാർബൺ ഉണ്ടാകാനേ പാടുള്ളൂ. അത് വെച്ചാണ് നമ്മൾ ആരെ സെലക്ട് ചെയ്തത്? ബെൻസോയിക് ആസിഡിനെ സെലക്ട് ചെയ്തത്. താങ്ക് യു.